നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. രാത്രിയിൽ നിങ്ങൾ കിടക്കയിലേക്ക് ഉറങ്ങുവാൻ പോകുകയാണ്. വീട് മുഴുവൻ നിശബ്ദം. കണ്ണുകൾ നിങ്ങൾ പതിയെ അടയ്ക്കുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം, ഒരു ജനാല പതിയെ തുറക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നു. ആരോ നടക്കുന്നത് പോലെ കാലടികളുടെ ശബ്ദം. പിന്നെ നിങ്ങളുടെ കിടപ്പുമുറിയുടെ വാതിൽക്കൽ ഒരു നിഴൽ രൂപം. ഇതൊരു പേടി സ്വപ്നമല്ല. അമേരിക്കയിലെ കുപ്രസിദ്ധ സീരിയൽ കില്ലറായ റിച്ചാർഡ് റാംറൈസ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനിലൂടെ ഇരകൾ അനുഭവിച്ച യഥാർത്ഥ ഭീകരതയാണത്. 1960 ഫെബ്രുവരി 29 അമേരിക്കയിലെ ടെക്സാസ് എന്ന പട്ടണത്തിലാണ് റിച്ചാർഡ് റാംറൈസ് ജനിച്ചത്. അവൻ്റെ ബാല്യം അസാധാരണമായിരുന്നില്ല. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് കടുത്ത ദേഷ്യക്കാരനും പലപ്പോഴും മർദ്ദനവും ശാരീരിക പീഡനവും വീട്ടിൽ പതിവായിരുന്നു. അവൻ്റെ അമ്മ ഒരു ഷൂ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഗർഭകാലത്ത് വിഷാംശമുള്ള രാസവസ്തുക്കളുമായി സമ്പർക്കം ഉണ്ടായിരുന്നതായി പിന്നീട് പറയപ്പെടുന്നു. കുട്ടിക്കാലത്ത് റിച്ചാർഡിന് 2 തവണ ഗുരുതരമായ തലയിൽ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഈ സംഭവങ്ങളൊക്കെ പിന്നീട് അവൻ്റെ ക്രൂര സ്വഭാവത്തിന് കാരണമാക്കിയതെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 1980കളുടെ മധ്യത്തിലാണ് റിച്ചാർഡ് റാംറൈസ് ഭീകര ആക്രമണങ്ങളിൽ ആരംഭിച്ചത്. അവൻ രാത്രിയുടെ ഇരുട്ടിൽ വീടുകളിലേക്ക് നുഴഞ്ഞു കയറും. ഉറങ്ങിക്കിടക്കുന്ന നിരപരാധികളെ അവൻ സ്വപ്നത്തിൽ നിന്ന് മരണത്തിലേക്ക് വലിച്ചഴയ്ക്കും. ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം അവൻ കൊലപ്പെടുത്തുകയും ചെയ്യും. ശേഷം വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് തൻ്റെ മയക്കുമരുന്ന് ശീലത്തിനായി ഉപയോഗിക്കുമായിരുന്നു. റിച്ചാർഡ് സാത്താനെ അനുഗമിക്കുന്ന വ്യക്തിയാണെന്ന് പലയിടത്തും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവൻ്റെ കൈപ്പത്തിയിൽ പെൻഗ്രാം ചിഹ്നം കൊത്തിവച്ചിരിക്കുന്നു. അവൻ പലപ്പോഴും അത് അഭിമാനത്തോടെ മറ്റുള്ളവരെ ഉയർത്തി കാണിക്കുമായിരുന്നു. റിച്ചാർഡ് റാംറൈസിൻ്റെ കൊലപാതകത്തിൻ്റെ പരമ്പര അവസാനിപ്പിച്ചത് 1985 ഓഗസ്റ്റ് 31 ഒരു കാർ മോഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. കോപാകുലരായ നാട്ടുകാർ അവനെ പിടിച്ചു മർദ്ദിച്ച് തുടർന്ന് പോലീസ് എത്തി അവനെ അറസ്റ്റ് ചെയ്തു. കോടതി റിച്ചാർഡിനെതിരെ 13 കൊലപാതകങ്ങൾ, 5 കൊലപാതക ശ്രമങ്ങൾ, 11 ലൈംഗിക ആക്രമണങ്ങൾ, 14 മോഷണ കേസുകൾ എന്നിവ തെളിയിച്ചു. അവന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്നാൽ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് 2013 ജൂൺ മാസം 7 ജയിലിൽ കഴിയവേ ക്യാൻസർ ബാധിച്ച് അവൻ മരിക്കപ്പെട്ടു. റിച്ചാർഡ് റാംറൈസിൻ്റെ കഥ ഒരു സീരിയൽ കില്ലറുടെ ചരിത്രം മാത്രമല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അതിരുകളില്ലാത്ത ഇരുട്ടിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണത്. ഒരു പ്രാവശ്യം കേട്ടാൽ മറക്കാൻ കഴിയാത്തത്, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഭയാനകമായ മുഖം വെളിപ്പെടുത്തുന്ന ആ കഥ. റിച്ചാർഡ് റാംറൈസ്. നിങ്ങൾ ഇപ്പോൾ കണ്ടത് കാലിഫോർണിയയിലെ സീരിയൽ കില്ലറായി അറിയപ്പെട്ട റിച്ചാർഡ് റാംറൈസിൻ്റെ ഒരു സംഭവ കഥയാണ്. എന്തുകൊണ്ടാണ് റിച്ചാർഡ് റാംറൈസ് ഇങ്ങനൊരു ക്രൂരനായ മനുഷ്യനായി തീർന്നത്? നമ്മുടെ സമൂഹത്തിൽ പോലും ഒത്തിരി ക്രിമിനൽസ് വരുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, മാതാപിതാക്കളെ നിഷ്ഠൂരം കൊലപ്പെടുത്തുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. നാം എല്ലാവരും അവരെ വിധിക്കുന്നതിലും അവരെ കുറ്റം പറയുന്നതിലും അവർ ശരിയല്ല, അന്വേഷണത്തിന് കൊണ്ടുവന്നാൽ ഉപദ്രവിക്കുന്നവരുമായിത്തീരും. ഞാൻ അവരെ ന്യായീകരിക്കുന്നില്ല, അവരെ തെറ്റിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ആയിത്തീർന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരിക്കലും അവനൊരു ക്രൂരനായിട്ടോ മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നവനായിട്ടോ സമൂഹത്തിന് ഉപദ്രവകാരിയായിട്ടോ ജനിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നത്? നമ്മൾ വീണ്ടും അത് ചിന്തിക്കണം. Feelings and emotions like anger, hate, lust and greed. Whereas if I didn't give in to them, I would be crushed by them. എന്തുകൊണ്ടാണ് ക്രിമിനൽസ് നമ്മുടെ സമൂഹത്തിൽ വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? അതിൻ്റെ ഉറവിടം എന്താണ്? എല്ലാത്തിനും ഒരു ഉറവിടമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. റിച്ചാർഡ് റാംറൈസിൻ്റെ ബാല്യം എന്ന് പറയുന്നത് 1960 ഫെബ്രുവരി മാസം 29 അമേരിക്കയിലെ ടെക്സാസ് എന്ന സംസ്ഥാനത്ത് റിച്ചാർഡ് റാംറൈസ് ജനിക്കുന്നു. അവരുടെ കുടുംബത്തിൽ ശാന്തിയോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ അപ്പൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ പെരുമാറുമായിരുന്നു. അവൻ്റെ അമ്മ പകൽ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരമ്മയിൽ നിന്നും ഒരപ്പൻ്റെ നിന്നും കിട്ടേണ്ട സ്നേഹമോ
ലാളനോ പരിചരണമോ റിച്ചാർഡ് റാംറൈസിന് കിട്ടിയില്ല. അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. അപ്പനെ സ്നേഹിക്കാൻ പറ്റിയില്ല. അപ്പൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ വീട്ടിലും ചില കുടുംബങ്ങളിലുണ്ടല്ലോ പോലീസ് രീതിയിൽ പെരുമാറുന്ന അപ്പന്മാർ. അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പോകാൻ പാടില്ല, ഇതിനപ്പുറം പോകാൻ പാടില്ല. സ്നേഹിക്കേണ്ടടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടടുത്ത് ചേർത്ത് പിടിക്കുക, അവർക്ക് ബൗണ്ടറി വെക്കേണ്ടടുത്ത് നമ്മൾ ബൗണ്ടറി വെക്കുക. ചില മാതാപിതാക്കൾ അവരെ ഇഷ്ടത്തിന് ഒന്ന് കളിക്കുവാനോ ഒന്നിനും വിടാറില്ല. അവരുടെ ഇഷ്ടം അപ്പുറത്തെ ആളിൻ്റെ മകൻ ഇല്ലെങ്കിൽ മകളെക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം. അവരുടെ മക്കൾ ഡോക്ടറായെങ്കിൽ ഇല്ലെങ്കിൽ അദ്ദേഹം ഒരു പോലീസുകാരനാണെങ്കിൽ അവനും പോലീസുകാരനാകണം. ചില മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനോ ഇങ്ങനെയായി അവരോ ഇങ്ങനെയാകരുത്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ മാതാപിതാക്കൾ ഇരിക്കും. ഇങ്ങനെയുള്ള മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ള ഒരു മാതാവിനെയും പിതാവിനെയാണ് റിച്ചാർഡിന് കിട്ടിയത്. അവർക്ക് റൂള് കൊടുക്കാനുണ്ടായിരുന്നു, കുറ്റം പറയുവാനുണ്ടായിരുന്നു, കുറ്റം കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. പക്ഷേ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു മാതാവിനെയും പിതാവിനെയും കണ്ടില്ല. Poverty, drugs, child abuse, a few other things that I can't recall right now, but I believe that these things, contribute to a person's frustration and anger, and at some point in life, he explodes. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് സ്നേഹമോ സന്തോഷമോ സമാധാനമോ നമ്മുടെ കുഞ്ഞുങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കിട്ടുന്ന സ്ഥലം നോക്കിപ്പോകും. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ ആശ്വാസം തേടി വേറൊരു കൈ അല്ലെങ്കിൽ വേറൊരിടം നോക്കിപ്പോകും. അങ്ങനെ റിച്ചാർഡും പോയി. റിച്ചാർഡിന് കിട്ടിയത് നല്ലൊരു കസിനെയാണ്. ആ കസിൻ ഒരു സോൾജിയർ ആയിരുന്നു. ആ കസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് മുൻനിരയിൽ പോയി ഒത്തിരി പേരെ കൊലപ്പെടുത്തുക, ചിലരെ കത്തികൊണ്ട് മുറിച്ചു കൊല്ലുക. ഇതെല്ലാം ഫോട്ടോയും വീഡിയോയും പകർത്തി റിച്ചാർഡിന് കൊണ്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. റിച്ചാർഡ് ഇതിവിടെ വളരെ ആകാംക്ഷയോടെ ഇത് കാണും. അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്ന ഒരു പിക്ചറായിട്ട് പതിഞ്ഞു. ചില സമയങ്ങളിൽ ഭയമുണ്ടായി, രാത്രികളിൽ ഞെട്ടിയെണീക്കുന്ന സ്വഭാവമുണ്ടായി, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അവനിൽ ഉടലെടുക്കുവാൻ തുടങ്ങി. നിരന്തരമായി ഇങ്ങനെയുള്ള പിക്ചറുകളും വീഡിയോകളെല്ലാം കാണുന്നത് മൂലം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒത്തിരി പേര് ഫോണുകൾ കൊടുക്കാറുണ്ട്. എന്തിനെന്നറിയാമോ? കാർട്ടൂണും ഇട്ട് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാറുണ്ട്. ശ്രദ്ധിക്കണം, ഇത് കുഞ്ഞുങ്ങളുടെ അകത്ത് അവരുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അവിടുത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭയമായിട്ട് ഇല്ലെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡായിട്ട് ഒക്കെ ഇത് പതിയുക. നിങ്ങൾ നെഗറ്റീവ് വീഡിയോകളും നെഗറ്റീവ് പിക്ചറുകളും നെഗറ്റീവ് ഗെയിം ഇടുമ്പോൾ നോർമലായി ഒരു കുഞ്ഞിനെ നിങ്ങൾ ക്രൂരനാക്കുവാൻ തയ്യാറാകുക. അപ്പോൾ കുഞ്ഞ് ഫോൺ ഉപയോഗിക്കുന്നതോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതോ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഫോണും ലാപ്ടോപ്പും ആവശ്യമാണ്, പഠിക്കാൻ പോലും സ്കൂളുകളിൽ ആവശ്യമാണ്. പക്ഷേ അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. അവരെന്താണ് അതിനകത്ത് പഠിക്കുന്നതെന്ന് പറയും. അവരുടെ ഭാവി കെട്ടിപ്പടുത്തുന്ന ഒരു മാർഗ്ഗമാക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിജയിച്ചു. ഇല്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റായ പഠിപ്പീരുകൾ, തെറ്റായ അറിവുകൾ മീഡിയയിൽ കൂടി നിങ്ങൾ കൊടുക്കുകയാണ്. അതുകൊണ്ട് മീഡിയയിൽ കൂടി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫോണോ ലാപ്ടോപ്പോ ടിവിയോ ഒക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ വളരെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള വീഡിയോകളും ചിത്രങ്ങളും കണ്ട് ജീവിതം മുന്നോട്ട് പോയ റിച്ചാർഡ് പതിയെ ഒരു ക്രിമിനലാവാൻ തുടങ്ങി. മയക്കുമരുന്നിന് അടിമയായി ദുശീലമുള്ള കൂട്ടുകാരോട് ചെന്നുപെട്ടു. ഇതിനിടയിൽ റിച്ചാർഡിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. റിച്ചാർഡ് ഏറ്റവും സ്നേഹിക്കുകയും റിച്ചാർഡിന് ഏറ്റവും കൂട്ടുകാരനുമായിരുന്ന കസിൻ തൻ്റെ ലീവിനായി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തൻ്റെ ഭാര്യയുമായിട്ട് ഒരു വഴക്കുണ്ടായ സമയത്ത് റിച്ചാർഡ് നോക്കി നിൽക്കവേ റിച്ചാർഡിൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ഭാര്യയെ തോക്കെടുത്ത് മൃഗീയമായി വെടിവെച്ച് കൊന്നു. ഈ കാഴ്ച റിച്ചാർഡിൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റി. അങ്ങനെ റിച്ചാർഡ് വളരെ ദുശീലമുള്ള ഒരു മനുഷ്യനായി തീർന്നു. കൊലയും അവനൊരു ആനന്ദമാക്കി തീർക്കാനുള്ള സാഹചര്യങ്ങൾ അവനൊരുക്കി. ഇതിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ മുമ്പിൽ വയലൻസ് കാണിക്കരുത്. കുട്ടികൾ കാണുന്ന കാര്യങ്ങൾ അവിടെ മനസ്സിൽ ആഴമായി പതിയും. കുട്ടികളെ ബാഡ് ഇൻഫ്ലുവൻസിൽ നിന്ന് നാം രക്ഷിക്കണം. തെറ്റായ ആളുകൾ, തെറ്റായ കൂട്ടുകാർ, തെറ്റായ ബന്ധങ്ങൾ, അതെല്ലാം നാം കുഞ്ഞുങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷിതത്വവും നൽകണം. ഭയം കൊണ്ട് കുട്ടികളെ വളർത്തരുത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടം എന്താണെന്ന് അവരോടും കൂടെ ചോദിക്കണം. നമ്മുടെ ഇഷ്ടമല്ല കുഞ്ഞുങ്ങളോട് പറയുന്നത് നല്ലതാണ്. പക്ഷേ കുഞ്ഞുങ്ങളോട് ചോദിക്കണം, മക്കളെ നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നതും കൂടെ നമ്മൾ അന്വേഷിക്കണം. അത് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവർക്കും തോന്നും, എൻ്റെ ഇഷ്ടം എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് അന്വേഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേറൊരാളോട് പറയേണ്ട കാര്യമില്ല, എൻ്റെ മാതാവിനോട് പിതാവിനോട് പറയാം. തെറ്റാണെങ്കിൽ, അവർ തെറ്റായ റൂട്ടിലാണെങ്കിൽ അതിന് കാര്യമായ രീതിയിൽ അവരോട് ദിവസങ്ങളെടുത്ത് പതിയെ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ വിജയിച്ചു. മറക്കരുത്, ഒരു രാജ്യം ഉത്ഭവിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. ഒരു നല്ല സ്വഭാവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ, സ്നേഹത്തിൽ വളർത്തിയാൽ, ചേർത്ത് പിടിച്ചു വളർത്തിയാൽ അവർ സമൂഹത്തിനൊരു അനുഗ്രഹമാകും. അവരുടെ സ്കൂളിനൊരു അനുഗ്രഹമാകും. അവരുടെ ജോലി സ്ഥലങ്ങളിലൊരു അനുഗ്രഹമാകും. അവരൊരു ബിസിനസ്സിന് അനുഗ്രഹമായി തീരും.
രാജ്യത്തിന് അനുഗ്രഹമായി തീരും, രാജ്യത്തിനൊരു സമ്പത്തായി തീരും. മറക്കരുത്, നല്ല കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വളർത്തിയെടുക്കാം. താങ്ക് യു.